ഹായ് നമസ്കാരം. നിങ്ങളെ സ്വന്തം അളിയൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നൊരു വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ഒരു കൂണിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എന്ന് പറഞ്ഞാൽ അളിയന്റെ കൃഷിത്തോട്ടത്തില് വിരുന്നുകാരായിട്ട് വന്നവരാണ് അവര്. അതോടൊപ്പം ഈ ചെടി നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഞാൻ 2-3 എപ്പിസോഡിൽ ഈ ചെടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ചെടിയുടെ തൈ ആവശ്യമുള്ള ഒരു അളിയന്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞ് അതും പ്രകാരം 2-3 പേര് അളിയന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴ് അവർക്ക് വേണ്ടി കുറച്ച് തൈകൾ കവറിലാക്കാൻ പോവുകയാണ്. കൂണിന്റെ വിശേഷവും കാണിച്ചു തരാം. ആദ്യം നമുക്ക് ചെടി നടാം. മണ്ണും ചാണകവും എല്ലാം കൂടെ അളിയ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി തൈ നടണം. ചെടി മറയൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മുടെ ഈ ഏരിയയിൽ ഈ ചെടി ഇല്ല. കൊമ്പുകൾ ഒടിച്ചെടുക്കാം. കൊമ്പാണ് നടുന്നത്. കണ്ടോ, ഇതുപോലെ കൊമ്പൊടിച്ചാണ് നടുന്നത്. കണ്ടോ, വീട്ടിൽ റോസയുണ്ട്, നല്ല യെല്ലോ കളർ റോസ. നമ്മൾ ഏകദേശം 5 കവർ നിറച്ചിട്ടുണ്ട്. അതിലേക്കുള്ള തൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ അളിയൻ തൈ നടാം. വൈറ്റും പിങ്കും കലർന്ന പൂക്കളാണ് ഇതിലുള്ളത്. അളിയൻ തൈയൊക്കെ നട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ആ ചടങ്ങും കഴിഞ്ഞു. ഇനി അളിയൻ പറഞ്ഞ ആ കൂണ് കാണിച്ചു തരാം. അളിയൻ ഇന്നലെ കറിവേപ്പിലേക്ക് വെള്ളം ഒഴിക്കാൻ പോയപ്പോഴാണ് ഈ കൂണിനെ കണ്ടത്. ഇന്നലെ എടുത്തിടണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഇന്നലെ ഇത്തിരി ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് ഇത്തിരി തിരക്കായിരുന്നു. എന്തായാലും ഇതാണ് ആ കൂണ്. കണ്ടിട്ടുണ്ടോ? ഇതാ നോക്കിയേ, ഒന്ന് പറിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് കൂണ്. ഇത് ഞങ്ങളിവിടെയൊക്കെ പന്നിക്കൂണെന്ന് പറയും. നിങ്ങൾക്ക് ഇതിന്റെ കഴിക്കാമോ ഇല്ലേന്ന് അറിയാൻ പാടില്ല. എന്തായാലും കഴിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കുക, ഇല്ലെങ്കിൽ കമന്റ് ഇടുക. ഓക്കെ, അളിയൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഈ കൂണ് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം കഴിക്കുക. പിന്നെ ഞാൻ ഒരാളെ കൂടി പരിചയപ്പെടുത്തരാം. എന്റെ പപ്പയാണ്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ അളിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വാഴ കുലച്ചു നിൽക്കുന്നത് 14 പടലായിട്ട്. അപ്പോൾ അതിനെ നോക്കി ഇറങ്ങിയതാണ് പപ്പ. എന്തായാലും വിളഞ്ഞിട്ടില്ല. അതിന്റെ വിശേഷമായിട്ട് അളിയൻ വരുന്നതായിരിക്കും. ഈ ചെടീന്റെ ആവശ്യമുള്ളവർ വീണ്ടും അളിയന്റെ അടുത്ത് ചോദിക്കുക. അളിയൻ ഇതുപോലെ ചെടികൾ നിങ്ങൾക്ക് നട്ട് വെക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ വന്ന് നിങ്ങൾ എടുത്തിട്ട് പോകണം. പിന്നെ എല്ലാ എപ്പിസോഡുകളിലും അളിയൻ ഒരു കാര്യം പറയും, എന്തായിട്ടായാലും ഒരു പഴച്ചെടി നിങ്ങൾ വീട്ടുവളപ്പിൽ വെച്ച്